ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കരുണാവാരിധിയായ പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ 3 പുറപ്പാടുകൾ, അതിലൊന്ന് മൂസ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിമോചന പോരാട്ടവുമായി ബന്ധപ്പെട്ട, വിമോചന യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ചെങ്കടൽ കടന്ന് മനുഷ്യരെ, ഇസ്രായേൽ ജനതയെ വിമോചിപ്പിച്ച ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ സംഭവം. രണ്ടാമത്തേത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മക്കയാകുന്ന മണ്ണിൽ നിന്ന് യസിരിബാകുന്ന മണ്ണിലേക്ക് ഇസ്ലാമിനെ പറിച്ചു നട്ട കുടിയേറ്റം എന്ന ഹിജറ നടന്നിട്ടുള്ള കാലം. അതും പ്രവാചകന്റെ ഒരു വിമോചന പ്രയാണമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഹറം മാസത്തിൽ തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ, എന്നാൽ വിമോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നും ആവേശദായകമായ സംഭവമാണ് കർബല സംഭവം എന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ ബിൻ റളിയല്ലാഹു അൻഹു, അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദ് ബിൻ മുആവിയയുടെ സൈന്യവും തമ്മിൽ ഇറാഖിലെ കർബലയിൽ നടന്ന പോരാട്ടമാണിത്. 4000-ഓളം പേരടങ്ങുന്ന ഉമവി സൈന്യം 72 പേരുള്ള ഹുസൈൻ്റെ കൊച്ചു സൈന്യത്തെയാണ് കർബലയിൽ നേരിട്ടത്. അക്രമത്തിനും അനീതിക്കുമെതിരെയുള്ള വിമോചന സമരങ്ങൾക്ക് എക്കാലവും ആവേശവും പ്രചോദനവുമായി തീർന്ന സംഭവമാണ് കർബല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ സംഭവങ്ങൾ നടക്കുന്നത് ഹിജറ 61-ലാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ തെറ്റുകളോടുള്ള, അധർമ്മത്തോടുള്ള, ധിക്കാരങ്ങളോടുള്ള, അനീതികൾക്കെതിരെയുള്ള, തിന്മകൾക്കെതിരെയുമുള്ള പോരാട്ടം വിശ്വാസിയിൽ നിർലീനമായിരിക്കണമെന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സംഘമാണിത്. ആ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ, ആ ഖിലാഫത്തിൻ്റെ സംവിധാനങ്ങൾക്ക് തടസ്സം തീർക്കുന്ന വിധത്തിലുള്ള ഒരു ഭരണ സംവിധാനം രൂപപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുവാൻ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്ക് സാധിക്കുകയുണ്ടായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ആഡംബര പ്രിയമായിരുന്ന, അതുപോലെ തന്നെ വ്യക്തിപരമായി അത്രയൊന്നും അഭിപ്രായമില്ലാത്ത യസീദ് അധികാരത്തിലേക്ക് വന്നപ്പോൾ മുസ്ലിങ്ങളുടെ നേതൃത്വവും അധികാരവും കൈയാളാനുള്ള ധാർമ്മികവും ദീനീപരവുമായ, മതപരവുമായ യോഗ്യത അന്നത്തെ ആളുകൾക്കിടയിൽ സംശയമുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യസീദിനെതിരെയുള്ള, അപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടുത്ത ശക്തമായ നിലപാടോടുകൂടി അധികാരശക്തിയെ ഭയപ്പെടാതെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല, അദ്ദേഹം ഖിലാഫത്തിന്, അന്നത്തെ ഭരണ സംവിധാനത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. കാരണം സച്ചരിതരായ മഹാന്മാരായ ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലെയുള്ള, അലി ബിൻ അബി ത്വാലിബിനെ പോലെയുള്ള, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സച്ചരിതരായ ആളുകൾ കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ താൽപര്യ സംരക്ഷകരായ ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാഖിലെ ധാരാളക്കണക്കിന് ആളുകൾ ഇറാഖിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നിരവധി കത്തുകൾ അയക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഏകദേശം 150ഓളം കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലഭിച്ചതായിട്ട് കാണുന്നു. അങ്ങനെ ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 18,000-ലധികം ആളുകൾ ബയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് സന്ദേശമയക്കുകയാണ്. അങ്ങനെ കൂഫയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് വരാൻ പറയുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഇഷ്ടപ്പെട്ട ആളുകളുമൊക്കെ
ഇത് അത്ര സുഖകരമായ കാര്യമല്ല, താങ്കൾ പോകേണ്ടതില്ല, അവർ ചിലപ്പോൾ ചതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, താങ്കൾ ഇറാഖിലേക്ക് പോവുകയാണെന്ന് കേട്ട് ജനങ്ങളൊക്കെയും ആകുലചിത്തരാണ്. എന്താണ് കാര്യമെന്ന് എന്നോട് പറഞ്ഞാലും. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നാളെ തന്നെ പുറപ്പെടുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹു താങ്കളെ രക്ഷിക്കട്ടെ. ശത്രുക്കളെ നാടുകടത്തി രാജ്യം പിടച്ചടക്കിയ ഒരു ജനവിഭാഗത്തിലേക്കാണോ താങ്കൾ പോകുന്നത്? ആണെങ്കിൽ സന്തോഷത്തോടെ പോയിക്കൊള്ളുക. എന്നാൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഭരണാധികാരി അവരുടെ കഴുത്തിൽ പിടിമുറുക്കി നിൽക്കുന്നുണ്ട്. അയാളുടെ കാര്യസ്ഥന്മാർ അവരുടെ ജോലികൾ യഥാവിധി നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു അവസ്ഥയിൽ അവർ താങ്കളെ വിളിക്കുന്നത് മരണത്തിലേക്കാണ്. അവർ താങ്കളെ ചതിക്കുമെന്നും ശത്രുക്കൾ പ്രബലരെന്ന് കാണുമ്പോൾ അവർ താങ്കൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുമെന്നും ഞാൻ ഭയപ്പെടുന്നു. ഈ വാക്കുകളൊന്നും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഈ മാർഗത്തിൽ താങ്കളുടെ വിനാശമാണ് ഞാൻ കാണുന്നത്. ഇറാഖുകാർ കലഹപ്രിയരാണ്, അവരുടെ സമീപത്ത് പോലും ചെന്നു പോകരുത്. താങ്കൾ ഇവിടെ കഴിഞ്ഞുകൂടുക. തീർച്ചയായും താങ്കൾ ഹിജാസിന്റെ നായകനാകുന്നു. ഇറാഖുകാർ താങ്കളെ ക്ഷണിക്കുന്നുവെങ്കിൽ ശത്രുപക്ഷത്തെ അവരുടെ പ്രദേശത്ത് നിന്ന് പുറത്താക്കിയ ശേഷം ക്ഷണിച്ചുകൊള്ളാൻ പറയുക. അതല്ല, ഹിജാസിൽ നിന്ന് പോവണമെന്ന് തന്നെയാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ യമനിലേക്ക് പോവുക. കോട്ടകളും ദുർഗമമായ പർവ്വതങ്ങളും ആത്മാർത്ഥതയുള്ള ആളുകളും ഉണ്ടവിടെ. ആ നാട്ടുകാർക്ക് താങ്കളുടെ പിതാവിനോട് അങ്ങേയറ്റം ആദരവുമാണ്. അവരുടെ സംരക്ഷണം താങ്കൾക്ക് ലഭിക്കും. കത്തുകളിലൂടെയും സന്ദർശനങ്ങളിലൂടെയും താങ്കളുടെ സന്ദേശം താങ്കൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം. താങ്കൾക്ക് അങ്ങനെ വിജയിക്കാനാവുമെന്ന് എനിക്കുറപ്പുണ്ട്. അതിന് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, പിതൃവിപുത്ര, എന്നോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് താങ്കൾ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഇബ്നു അബ്ബാസ് പറഞ്ഞു, എങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോവാതിരിക്കുക. അവരുടെ കൺമുമ്പിൽ വെച്ച് താങ്കൾ വധിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖലീഫ ഉസ്മാൻ സ്വന്തം കുടുംബാംഗങ്ങൾ നോക്കിയിരിക്കുകയാണ് കൊല ചെയ്യപ്പെട്ടത്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പുറപ്പെടുന്നു. യാത്രക്കിടയിൽ പലതരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഓരോരുത്തരും വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനിയും പോകേണ്ടതുണ്ടോ? അവർ താങ്കളെ കൊല്ലും എന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണത്തിൻ്റെ വഴിയിലേക്കാണ് താൻ നടന്നു കയറുന്നത് എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരു ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, കസ്റു മുക്കാത്ത് എന്ന സ്ഥലം കടന്നുപോവേ അദ്ദേഹം ഉറങ്ങിപ്പോകുന്നുണ്ട്. നിദ്രാവസ്ഥയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവാധിനാഥനായ ദൈവത്തിനാണ് സർവസ്തോത്രവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു. ഉണർന്നതിന് ശേഷം കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരണം തന്നെ മാടി വിളിക്കുന്നതായി തനിക്ക് സ്വപ്നദർശനമുണ്ടായിട്ടാണ് പറയുന്നത്. ഒടുവിൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായപ്പോൾ കർബല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തുകയാണ്. ആ കർബലയിൽ ഇബ്നു സിയാദിൻ്റെ ആളുകൾ കത്തുമായിട്ട് വരുന്നുണ്ട്, അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇബ്നു സിയാദിൻ്റെ കത്തിലെ ഉള്ളടക്കം ഗ്രഹിച്ചപ്പോൾ, നിങ്ങൾ തിരിച്ചു പോകണം, തീരുമാനമെടുക്കാൻ ഈ രാത്രി അവസരം നൽകണമെന്നാണ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള അനുചരന്മാരെ കൂട്ടി ഇപ്രകാരം പ്രസംഗിക്കുകയാണ്, അല്ലാഹുവിന് സ്തോത്രം, ദുഃഖാവസ്ഥയിലും സമാധാനാവസ്ഥയിലും അല്ലാഹുവിനെ നന്ദി. പ്രവാചകത്വം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പവിത്രമാക്കിയതിന്, ഖുർആൻ ഗ്രഹിപ്പിച്ചു തന്ന, ദീൻ പഠിപ്പിച്ചു തന്ന, നോക്കുവാനും കാണുവാനും പാഠം ഉൾക്കൊള്ളുവാനും കഴിവ് തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി. ജനങ്ങളെ, എൻ്റെ അനുചരന്മാരെക്കാൾ ശ്രേഷ്ഠരും ഉത്തമരുമായി ഇന്ന് ഈ ഭൂമുഖത്ത് മറ്റാരെങ്കിലുമുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. എൻ്റെ സഹധർമ്മിണിയേക്കാൾ തപ്തയും ദുഃഖിതയുമായി മറ്റൊരു ഭാര്യയുണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു ഗുണം ചെയ്യുമാറാകട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ വിധി നാളെ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്നാണ് എൻ്റെ സുചിന്ത
സമുചിതമായ അഭിപ്രായം ഈ രാത്രിയിൽ തന്നെ ഇരുട്ടിൽ എവിടെയെങ്കിലും കടന്നു കളയുക, തന്റെ സഹോദരന്മാരെയും കൂടെ കൂട്ടുക. സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ഞാൻ വിടയരുളുന്നു. എനിക്കതിൽ യാതൊരു ആക്ഷേപവുമില്ല. ഈ ആളുകൾക്ക് എന്നെ മാത്രമേ വേണ്ടൂ. എന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ അവർ മറക്കും. ഇത് കേട്ടപ്പോൾ അബ്ബാസ് പറഞ്ഞു, താങ്കൾക്ക് ശേഷം ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടെന്ത് കാര്യം? ആ ദിനം അല്ലാഹു ഞങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കട്ടെ. മുസ്ലിമിന് അക്കീലിന്റെ കുടുംബക്കാരോടായി ഹുസൈൻ പറഞ്ഞു, അക്കീലിന്റെ മക്കളെ, മുസ്ലിം കൊല്ലപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് ധാരാളം മതി. അതിനാൽ നിങ്ങൾ പോവുക, ഞാൻ നിങ്ങൾക്ക് അനുമതി തന്നിരിക്കുന്നു. പക്ഷെ ആരും തന്നെ പോകാൻ സന്നദ്ധമായില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് മുഹറം 8 വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച സുബൈ നമസ്കാരത്തിന് ശേഷം ചെറിയ പോരാട്ടം ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ പോരാട്ടത്തോടുകൂടി ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ്. ആ യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിനെ വളരെ ക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബനു ഹാഷിമിന്റെയും ആദ്യമായി ഹുസൈൻ റളിയല്ലാഹുവിന്റെ പുത്രൻ അലി അക്ബർ അടർക്കളത്തിലേക്ക് വന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടുന്നു, രക്തസാക്ഷിത്വം ഭരിക്കുന്നു. അതോടൊപ്പം ഹാഷിം കുടുംബത്തിൽ ഓരോരുത്തരായി വധിക്കപ്പെട്ടു. ചെറിയ കുട്ടികളെ പോലും ശത്രുക്കൾ വെറുതെ വിടുന്നില്ല. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു ഏകനായി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. ശത്രുക്കൾ ആക്രമണോത്സുകരായി മുന്നോട്ടാഞ്ഞെങ്കിലും ആർക്കും അദ്ദേഹത്തെ നേരിടാനുള്ള മനക്കരുത്തുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയാളിയാവുക എന്ന പാപം ഏറ്റെടുക്കാനുള്ള വലിയ വിഷമമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഷമീർ ബിനു ദിൽ ജൗഷൽ എന്ന് പറയുന്ന ആൾ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആളുകൾ 4 ഭാഗത്തു നിന്നും ഹുസൈനെ വലയം ചെയ്തു. സ്ത്രീകൾക്ക് പുറമെ ഏതാനും കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അബ്ദുല്ലാഹ് ബിൻ അമ്മാർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം, ഞാൻ കുന്തം കൊണ്ട് ഹുസൈനുബിന് നേരെ തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തെത്തി. വേണമെങ്കിൽ എനിക്കപ്പോൾ തന്നെ അദ്ദേഹത്തെ കൊല്ലാമായിരുന്നു. പക്ഷേ ആ പാപം എൻ്റെ തലയിലേറ്റാനുള്ള മടി എന്നെ തടഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സകല ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം തിരിയുന്ന ഭാഗത്തു നിന്നെല്ലാം ശത്രുക്കൾ ഒഴിഞ്ഞു മാറുന്നു. കൂർത്തയും തലപ്പാവുമാണ് അദ്ദേഹം അണിഞ്ഞിരുന്നത്. സ്വന്തം കുടുംബക്കാരെല്ലാം കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരു ഹതഭാഗ്യനെ ഇത്ര ധീരനും ശൂരനും വീരനുമായി ഞാൻ കണ്ടിട്ടില്ല. നരിയെ കണ്ട ആളുകളെപ്പോലെ എതിരാളികൾ ഇടവും വലവും ഓടിക്കൊണ്ടിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു ക്ഷീണം കൊണ്ട് പരവശനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സിനാൻ ഇബ്നു അനസിൻ നഖഈ എന്ന് പറയുന്ന ആൾ വന്നുകൊണ്ട് കുന്തം കൊണ്ട് കുത്തുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു നിലത്ത് വീണ്. അടുത്ത് നിന്ന ഒരാൾ സിനാൻ തല അറുക്കാൻ ആവശ്യപ്പെട്ടു. തല അറുക്കാൻ അയാൾ മുന്നോട്ട് വന്നെങ്കിലും അതിന് ധൈര്യമുണ്ടായിരുന്നില്ല. അവസാനം സിനാൻ ഇബ്നു അനസ് തന്നെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തെടുത്തു. ഹുസൈൻ്റെ ദേഹത്ത് കുന്തം കൊണ്ടുള്ള 33 മുറിവുകളും വാളുകൊണ്ടുള്ള 34 മുറിവുകളും കാണപ്പെട്ടതായി ജാഫർ ബിൻ മുഹമ്മദ് രേഖപ്പെടുത്തുന്നുണ്ട്. ഹുസൈൻ അടക്കം അന്ന് കൊല ചെയ്യപ്പെട്ട 72 പേരുടെയും മുറിച്ചെടുത്ത ശിരസ്സുകളാണ്, തലകളാണ് ഇബ്നു സിയാദിൻ്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഇബ്നു സിയാദ് തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഹുസൈൻ്റെ ചുണ്ടുകളിൽ കുത്താൻ തുടങ്ങുന്നു. ഇത് കണ്ട് സഹിക്കാനാവാതെ സെയ്ദ് ബിൻ അർക്കം എന്ന് പറയുന്ന സഹാബി ചാടിയണീറ്റുകൊണ്ട് ഇപ്രകാരം പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ആ ചുണ്ടുകളിൽ നിന്ന് നിങ്ങൾ വടിയെടുക്കൂ, അല്ലാഹുവിൽ സത്യം, ഈ ചുണ്ടുകളിൽ നബി തിരുമേനി ചുംബിച്ചതായി ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ചുണ്ടുകൾ വെച്ച ചുണ്ടുകളാണത്. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാൻ തുടങ്ങുകയാണ്. ഇബ്നു സിയാദ് കോപാക്രാന്തനായി പറഞ്ഞു, നിന്റെ കണ്ണുകൾ അള്ളാഹു കലക്കിക്കളയട്ടെ, നീ കിളവനായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ കൊന്നുകളഞ്ഞേനെ. അങ്ങനെ സെയ്ദ് ബിൻ അർക്കം പിന്നെ അവിടെ നിന്നില്ല. ഇറങ്ങിപ്പോകുന്നതിനിടയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അറബികളെ, നിങ്ങൾ ഇന്നു മുതൽ അടിമകളാണ്. ഫാത്തിമയുടെ പുത്രനെ നിങ്ങൾ കൊന്നു. മർജാനയുടെ പുത്രനെ ഇബ്നു സിയാദിനെ ഭരണാധികാരിയാക്കി. അയാൾ നല്ലവരെ കൊല്ലുകയും മാന്യരെ അടിമകളാക്കുകയും ചെയ്യുന്നു. നിങ്ങളാകട്ടെ പതിത്വം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പതിത്വം വരിക്കുന്നവരെ അള്ളാഹു നശിപ്പിക്കട്ടെ. ചരിത്രത്തിലെ ഈ സംഭവത്തെയാണ് കർബല സംഭവം എന്ന് പറയുന്നത്. ആ കർബല സംഭവത്തോടു കൂടിയാണ് മുസ്ലിം സമൂഹത്തിൽ അന്ധഛിദ്രതയുടെയും ആഴം വർദ്ധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിഭാഗീയതകൾ വളരുന്നതും ആ വിഭാഗീയതകൾക്ക് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതേസമയം കർബല അവസാന കാലം വരെയുള്ള മനുഷ്യർക്ക് അല്ലാമ ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ജിന്ദ ഹോത്താ ഹേ അർ കർബല കെ ബാദ്,
ഇസ്ലാമിൻ്റെ വിജയമെന്ന് പറയുന്നത് ഓരോ കർബലകൾക്ക് ശേഷമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തിനും സ്നേഹത്തിനും വരെ പിന്നീട് കർബല സംഭവം ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ അധർമ്മത്തിനെതിരെ പോരാടേണ്ടതുണ്ട് എന്ന വിചാര സങ്കല്പമാണ് കർബല നമുക്ക് പറഞ്ഞു തരുന്നത്. കർബലയുടെ പേരിൽ ഒരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കോ അനാചാരങ്ങൾക്കോ അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത അപശകുന ദിവസങ്ങളായി കാണുന്നതിനോ ചരിത്രത്തിൻ്റെ യാതൊരു പിൻബലവുമില്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ചരിത്രത്തെ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്നും സത്യസന്ധതയിൽ നിന്നും പഠിക്കുവാനും അതോടൊപ്പം യാതൊരു വിധത്തിലുള്ള വംശീയമോ സാമുദായികമോ ജാതീയമോ ഗോത്രപരമോ ആയ വിഭാഗീയതകളിൽ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.